ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, അതുകൂടാതെ ബൈജൂസ്, സൈലം, ദ വീക്ക് മുതലായ ഒരുപാട് സ്ഥാപനങ്ങളിലൊക്കെ നിരവധി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി പോസ്റ്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. സോ ഏതൊക്കെ പോസ്റ്റിൽ ഏതൊക്കെ കമ്പനികളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അവർ ചോദിക്കുന്ന യോഗ്യത എന്താണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള വേക്കൻസി നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള HDIC ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഈ HDIC ഗ്ലോബൽ എന്ന കമ്പനിയിൽ ഒരു വാക്ക് ഇൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. വിവിധ പൊസിഷനിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ട്രാവൽ സെയിൽസ് കൺസൾട്ടന്റ്, ട്രാവൽ ഓപ്പറേഷൻസ് കൺസൾട്ടന്റ്, ഇൻഷുറൻസ് സെയിൽസ് കൺസൾട്ടന്റ്, ഏവിയേഷൻ സെയിൽസ് കൺസൾട്ടന്റ് മുതലായ പോസ്റ്റിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് ട്രാൻസ് ഏഷ്യ സൈബർ പാർക്ക് ടവർ 2 ഇൻഫോ പാർക്ക് ഫേസ് ആണ്. ഇവിടെ വെച്ചാണ് ഇതിന്റെ ഒരു വാക്ക് ഇൻ ഡ്രൈവ് നടക്കുന്നത്. ഈ വരുന്ന ജൂൺ 29 ഇതിന്റെ സെലക്ഷൻ വരുന്നത്. രാവിലെ 9 മണി തൊട്ട് ഉച്ചക്ക് 2 മണി വരെ ഇതിന്റെ ഒരു ഇന്റർവ്യൂ ടൈം വരുന്നുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ട്രാവൽ അഥവാ ഇൻഷുറൻസ് മേഖലയിൽ അവർ 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി ട്രാവൽ അഥവാ ഇൻഷുറൻസ് ഡൊമൈനിൽ വേണമെന്ന് പറയുന്നുണ്ട്. ഏവിയേഷൻ പോസ്റ്റിൽ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ്, അത് B2B സെയിൽസിൽ വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഗ്രാജുവേഷൻ ആയിട്ട്, അതായത് ഡിഗ്രി വേണം വിത്ത് മിനിമം 50% മാർക്സ്. അതേപോലെ ഓപ്പൺ ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റുകൾ റൊട്ടേഷണൽ ആയിരിക്കും. സോ നിങ്ങൾ ആ ഒരു റൊട്ടേഷണൽ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി നിങ്ങൾ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവിന് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് അവരുടെ ഒഫീഷ്യൽ നമ്പറാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഇൻഫോ പാർക്കിൽ തന്നെയാണ്. ഇൻഫോ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന വെബ് ആൻഡ് ക്രാഫ്റ്റ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ജൂനിയർ ആൻഡ്രോയിഡ് ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ ഒരു പൊസിഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണിത്. ഇതിനും ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വഴിയാണ് ഈ ഒരു സെലക്ഷൻ വരുന്നത്. 0 to 2 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 29th ജൂണിനാണ് ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത്. ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെബ് ആൻഡ് ക്രാഫ്റ്റ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇൻഫോ പാർക്കിലാണ്. പക്ഷേ ഇൻഫോ പാർക്ക് തൃശ്ശൂരിലാണ് വരുന്നത്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. വെന്യൂ ഇതാണ്, വെബ് ആൻഡ് ക്രാഫ്റ്റ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻഫോ പാർക്ക്, കൊരാട്ടി PO, തൃശ്ശൂർ, കേരള. ഇവിടെ വെച്ചാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. ഡയറക്റ്റ് ഇന്റർവ്യൂവിന് പോകുന്നതിന് പകരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു QR കോഡ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ്, ഒരു ഗൂഗിൾ ഫോം കിട്ടുന്നതാണ്. അതിൽ കയറുക, രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇതാണ് ഇൻഫോ പാർക്ക്, നമ്മുടെ തൃശ്ശൂർ ഇൻഫോ പാർക്കിൽ വന്നിട്ടുള്ള ഫ്രഷേഴ്സിന്റെ ഫസ്റ്റ് വേക്കൻസി. അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഒരു റീറ്റെയിൽ ചെയിനായ മൈജി ഫ്യൂച്ചറിലാണ്. മൈജി ഫ്യൂച്ചറിൽ ഇപ്പോൾ സെയിൽസ് ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സിന് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് കേരളയാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഈ വരുന്ന ജൂൺ 30 അതിന്റെ ഡേറ്റ് വരുന്നത്. കോഴിക്കോട്, കൊച്ചി, കൊല്ലം മുതലായ 3 സ്ഥലങ്ങളിൽ വെച്ചാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. കോഴിക്കോടിൽ കാലിക്കറ്റ് ടവർ മാവൂർ റോഡ്, കൊച്ചിയിൽ ജിഞ്ചർ ഹോട്ടൽ MG റോഡ്, കൊല്ലത്ത് നാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ചിന്നക്കട, അവിടെ വെച്ചാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട്. സോ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ ഈ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ തന്നെ ഇപ്പോൾ പ്രമുഖ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പായ സൈലത്തിൽ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 1 to 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു പൊസിഷൻ ആണിത്. ഇതിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇൻ കൊമേഴ്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ അടക്കം തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് ഈ കാണുന്ന ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ, ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതുമാണ്.
അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ മാധ്യമ പത്രമായ ദ വീക്കിലാണ്. ദ വീക്കിൽ ഇപ്പോൾ സീനിയർ സബ് എഡിറ്ററിന്റെയും പ്രൊഡ്യൂസറിന്റെയും വേക്കൻസി വന്നിട്ടുണ്ട്. രണ്ടും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി തന്നെയാണ്. സീനിയർ സബ് എഡിറ്ററിന് 2 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. പ്രൊഡ്യൂസറിന് അവർ ചോദിക്കുന്നത് എക്സലന്റ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇംഗ്ലീഷ് സ്കിൽസ് ആണ്. മിനിമം 3 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ ന്യൂസ് റൂം, അതേപോലെ ബേസിക് നോളജ് ഓഫ് ഷൂട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ഒക്കെയാണ് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന jobs@mm.co.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതുകൂടി മെൻഷൻ ചെയ്ത് സബ്ജക്ട് ടാഗിൽ ആ പൊസിഷന്റെ പേരുകൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മൈജിയിൽ തന്നെയാണ്. മൈജിയിൽ ഇപ്പോൾ HR MBA HR കഴിഞ്ഞവർക്ക് HR ഇന്റേണിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. MBA in HR ആണ് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൈജി റീജിയണൽ ഓഫീസ് പാലാരിവട്ടമാണ്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ joinmyji.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഈ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ സംശയം കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതുമാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ടെക്നോ പാർക്കിലാണ്. ടെക്നോ പാർക്കിൽ ഇപ്പോൾ ഫ്രഷേഴ്സിനായിട്ട്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്രന്റീസിന്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ആണിത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓപ്പൺ ടു ഓൾ ഗ്രാജുവേറ്റ്സ് വിത്ത് എ ഫ്ലെയർ ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ആയ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നാറ്റ്സ് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ നിങ്ങൾ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മേഖലയിൽ പ്രാക്ടീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV apprenticeship@technopark.org എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക്, ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് വെബ് ആൻഡ് ക്രാഫ്റ്റ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. തൃശ്ശൂരിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ജൂനിയർ iOS ഡെവലപ്പറിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വരുന്നുണ്ട്. സെയിം തന്നെയാണ്, ആ ഡേറ്റിൽ തന്നെയാണ്, ജൂൺ 29 വരുന്നത്. 0 to 2 year വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക, അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് പങ്കെടുക്കുക. അടുത്ത വേക്കൻസി വീണ്ടും വെബ് ആൻഡ് ക്രാഫ്റ്റ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. ഒരു UX എഞ്ചിനീയർ ഇന്റേണിന്റെ ഒരു ഇന്റേൺഷിപ്പ് അവസരമാണ്. UX എഞ്ചിനീയറിംഗിലാണ്, ഈ ഡിസൈനിങ് മേഖലയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. സെയിം വെന്യൂ തന്നെയാണ്, സെയിം വെന്യൂ ആണ് വരുന്നത്. വെബ് ആൻഡ് ക്രാഫ്റ്റ് ടെക്നോളജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻഫോപാർക്ക് കൊരാട്ടി PO, തൃശ്ശൂർ, കേരള. നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊച്ചി ആണ്, ഇൻഫോപാർക്ക് ആണെന്ന് കരുതി ഡയറക്റ്റ് കൊച്ചിയിലാണെന്ന് വിചാരിക്കരുത്. തൃശ്ശൂരിലുള്ള ഇൻഫോപാർക്കിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് പങ്കെടുക്കാനായിട്ട്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ ഇൻഫോപാർക്ക്, ടെക്നോ പാർക്ക്, അതേപോലെ ദ വീക്ക്, മൈജിയിലൊക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.